ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വീണ്ടും ഒരു തിരുപ്പൂർ ടോപ്പിക്കായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഞാൻ ആദ്യം ഒരു തിരുപ്പൂരിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. എല്ലാവരുടെയും നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് ഇട്ടിരുന്നത് നമ്മുടെ തിരുപ്പൂരിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റിനെ പറ്റിയിട്ട്, മാർക്കറ്റ് എവിടെയാണെന്നും മാർക്കറ്റിന് ഉൾവശം ഒക്കെയാണ് ഞാൻ ഇട്ടിരുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ബിസിനസ് നടത്താനായിട്ട് വളരെ ഉപകാരപ്രദമായിരിക്കും ആ വീഡിയോ. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. നിങ്ങൾ പോയി ഒന്ന് കണ്ടാൽ മതിയാവും. പിന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു ടോപ്പിക്കായിട്ടാണ്. ഈ ഒരു നമ്മുടെ തിരുപ്പൂരിലെ കമ്പനികളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു തിരുപ്പൂരിലെ സ്ഥിര താമസക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ തിരുപ്പൂരിലെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് അപ്പാരൽ പാർക്ക് തിരുപ്പൂരിലാണ്. അപ്പാരൽ പാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ തിരുപ്പൂരിലെ ഏറ്റവും വളരെ ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്ന എല്ലാ കമ്പനികളിലും, കൂടുതലും തിരുപ്പൂരിൽ നടക്കുന്നത് എക്സ്പോർട്ടിംഗ് ആണ്. അത് ഇന്റർനാഷണൽ എക്സ്പോർട്ടിങ്സ് ആണ് മിക്ക കമ്പനികളിലും. അന്നേരം ഈ കമ്പനികളെല്ലാം ഇപ്പം നമ്മൾ തിരുപ്പൂർ ഒരു ജോലിക്കായിട്ട് വരുന്നവർക്ക് നമ്മൾ തിരുപ്പൂർ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നാല് ചുറ്റും ഏതൊരു ചെറിയ വീട്ടിലും ഒരു ചെറിയ യൂണിറ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഏത് കമ്പനി ഏതാണെന്നും എവിടെയാണ് പോകേണ്ടതെന്നും ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എല്ലാവർക്കും ഒരു ജോലിക്കൊക്കെ ക്രൈസിസ് ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ പറയും ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്തതാണ്, ഞാൻ ഡിഗ്രി ചെയ്തതാണ്, അപ്പോൾ പിന്നെ തുണിയുടെ ആയിട്ട് എനിക്ക് എന്താ ബന്ധം? അങ്ങനെ ഒന്നുമില്ല. ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും നമുക്കിവിടെയുള്ള കമ്പനികളിൽ ജോലി അവൈലബിൾ ആണ്. നമ്മുടെ ഈ ഒരു ജോലിയുടെ ക്രൈസിസ് ടൈമിൽ നിങ്ങൾക്കൊക്കെ ജോലി ആവശ്യമുള്ളവർക്ക് നമ്മുടെ തിരുപ്പൂരിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും ജോലിക്കായിട്ട് നമുക്കൊരു നല്ലൊരു സാഹചര്യം നമ്മുടെ തിരുപ്പൂരിലുണ്ട്. അതിൻ്റെ തന്നെ ഞാൻ കമ്പനിയെ പറ്റിയിട്ടാണ് പറയാൻ വന്നത്. നമ്മൾ അറിയാൻ വയ്യാത്തവർ തിരുപ്പൂർ വന്നിട്ട് കമ്പനി എവിടെയാണ്, ഏതാണ് കമ്പനി, എങ്ങനെയാണ് ഒന്നും അറിയാൻ വയ്യാത്തവർ വന്നിട്ട് അവർക്കായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനെ ഞാൻ പറയുന്നത് നേതാജി അപ്പാരൽ പാർക്കിനെ പറ്റിയിട്ടാണ്. തിരുപ്പൂരിലെ ഫസ്റ്റ് അപ്പാരൽ പാർക്ക് ഇൻ ഇന്ത്യയാണ് നേതാജി അപ്പാരൽ പാർക്ക്. ഈ അപ്പാരൽ പാർക്ക് എന്ന് പറയുന്നത് ഇതിനെ ഒരു 18 മാസം കൊണ്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ അപ്പാരൽ പാർക്ക് വന്നിട്ട് നമ്മൾ 110 ഏക്കറിലാണ് ഈ അപ്പാരൽ പാർക്ക് വന്നിരിക്കുന്നത്. ഈ അപ്പാരൽ പാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ തിരുപ്പൂരിലെ ഹയസ്റ്റ് കമ്പനികൾ ഏതെല്ലാമാണ് ഏറ്റവും വലിയ, അതായത് റോഡാമാൻ അപ്പാരലുണ്ട്, ഈസ്റ്റ്മാൻ എക്സ്പോർട്സ് ഉണ്ട്, കോട്ടൺ ബ്ലോസം ഉണ്ട്, ബെസ്റ്റ് കോർപ്പറേഷൻ ഉണ്ട്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഹയസ്റ്റ് എക്സ്പോർട്ടിംഗ് കമ്പനികളാണ്. ഇതിൻ്റെ എല്ലാം 1ഉം 2ഉം യൂണിറ്റ് വീതം നമ്മുടെ ഇപ്പോൾ ബെസ്റ്റ് കോർപ്പറേഷനെ തന്നെ പറയുകയാണെങ്കിൽ അവർക്ക് ഒരു 5ഓ 6ഓ 7ഓ യൂണിറ്റോളം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഇപ്പം തിരുപ്പൂർ പല സ്ഥലങ്ങളിലാണ്. പക്ഷേ ഈ നേതാജി അപ്പാരൽ പാർക്കിൽ ഈ എല്ലാ കമ്പനികളുടെയും 2ഉം 3ഉം യൂണിറ്റുകൾ, അല്ലെങ്കിൽ 2 യൂണിറ്റ് എങ്കിലും നമ്മുടെ നേതാജി അപ്പാരൽ പാർക്കിൽ ഉണ്ടാവും. ഈ നേതാജി അപ്പാരൽ പാർക്കിൽ വന്നിട്ട് മൊത്തം 55 കമ്പനികളാണ്. എല്ലാം ഹൈലി ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനികളാണ്. അങ്ങനെയുള്ളിടത്ത് നമുക്ക് ജോലി സാധ്യത, നമ്മളിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി ആർക്കും നമ്മുടെ ഈ അപ്പാരൽ പാർക്കിൽ ഏതൊരു കമ്പനിയിൽ വന്നാലും ഇവിടെ ജോലി ഇല്ല എന്നവർ പറയില്ല. നമുക്ക് ഏതെങ്കിലും കമ്പനികളിൽ ഈ ഒരു ജോലി ക്രൈസിസിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് പോലും ആർമി റിട്ടയർഡ് ആണ്, ഇപ്പോൾ ഇവിടെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലും ഇതുപോലെ ഒരുപാട് ജോലിക്ക് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. പിന്നെ ഒരു മെയിനായിട്ട് ഇതൊന്ന് പറയാൻ, നമ്മുടെ നേതാജി അപ്പാരൽ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരുപ്പൂർ വന്നിറങ്ങി 4 ചുറ്റും ഓടേണ്ട ഒരു കാര്യമില്ല. ഏത് കമ്പനി പോകും, ഏതാണ് കമ്പനി, എങ്ങനെയാണ് ഇതൊന്നും വേണ്ട. നമ്മുടെ തിരുപ്പൂർ നേതാജി അപ്പാരൽ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഒരു 55ഓളം കമ്പനികൾ അവിടെ തന്നെയുണ്ട്. എല്ലാ ഇൻ്റർനാഷണൽ കമ്പനികളുമാണ്. ഇവർ ഈ അപ്പാരൽ പാർക്ക് എന്ന് ഉദ്ദേശിച്ചത് തന്നെ ഈ ഇന്റർനാഷണൽ കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചാണ്. വളരെ മനോഹരമായാണ് ഇതിനെ ഉള്ളിൽ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഇന്റർനാഷണലായിട്ട് വരുന്ന ഇവരെ ഒരു ഇംപ്രഷന് വേണ്ടിയിട്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏത് സമയത്തും, ഇപ്പോൾ ഇവിടുത്തെ തിരുപ്പൂര് വന്നിട്ട് ഈ ഒരു ക്രൈസിസ് ഒക്കെ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ജോലിക്കൊക്കെ ആവശ്യമുള്ളവർ നമ്മൾ നേതാജി പാർക്കിലേക്ക് വരാം. അവിടെയുള്ള ഏതെങ്കിലും കമ്പനികളിൽ നമ്മുടെ ബയോഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി ഉറപ്പാണ്. പിന്നെ നിങ്ങളപ്പോൾ പറയും, ചേച്ചി ഇത്രയും ചെയ്തില്ലേ, അവിടെ നമ്മൾ വന്നെങ്കിൽ. നമ്മുടെ ഈ പറയുന്ന കമ്പനികളിലെല്ലാം തന്നെ നമുക്ക് അവർ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അവരുടെ തന്നെ കമ്പനിയുടെ വക നമുക്ക് വണ്ടി അവൈലബിൾ ആണ്. നമുക്ക് ഫുഡ് ആൻഡ് ഹോസ്റ്റൽ ഫെസിലിറ്റി എല്ലാവർക്കും. നമ്മളിപ്പോൾ സിംഗിളായിട്ട് വരുന്ന കൂടുതലും ലേഡീസാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന. ഒരു ഓൾമോസ്റ്റ് 2000 മുതൽ ആളുകൾ ഒരു ദിവസം വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. അതായത് ഈ 55 കമ്പനികളിലും കൂടെ നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഫുഡ്, അക്കോമഡേഷൻ ഇതെല്ലാം നമുക്ക് കമ്പനി വക തരുന്നുണ്ട്. ഒപ്പം നമുക്ക് കമ്പനി വക വണ്ടിയുണ്ട്. നമ്മൾ വേറെ എവിടെയെങ്കിലും വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഓരോ കമ്പനികളിലും 10-11 ബസ്സുകളുണ്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്.
അതുകൊണ്ടാണ് ഞാൻ ഈ നേതാജി അപ്പാരൽ പാർക്കിനെ പറ്റിയിട്ട് ഞാൻ ഇന്നിവിടെ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ തന്നെ ഈ ജോലിയൊക്കെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ജോലിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേതാജി അപ്പാരൽ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും, അതായത് ഇപ്പോൾ എൻ്റെ ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ലെങ്കിലും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം എനിക്ക് തോന്നുന്നു 10,000 റുപ്പീസാണ് ഒരു തയ്ക്കാൻ ആണെന്ന് തോന്നുന്നു. എന്തോ 10,000 റുപ്പീസ് മിനിമം വേജസ് ആണ് എല്ലാവർക്കും ഉള്ളത്. അതിന് മേളിലോട്ടാണ് എല്ലാത്തിനും ഉള്ളത്. പിന്നെ ഓരോ കമ്പനിയുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചും നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് നല്ല നല്ല സാലറിയോട് കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരുപ്പൂർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ജോലി, കാരണം ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലായാലും ഒരുപാട് പേര് ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ജോലിയുടെ ക്രൈസിസിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി തിരുപ്പൂരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിക്ക് എന്തെങ്കിലും ഇതുണ്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പം ഈ നേതാജി അപ്പാരൽ പാർക്കിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നേതാജി അപ്പാരൽ പാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ബൈ റോഡ് വരികയാണെങ്കിൽ നമ്മൾ കോയമ്പത്തൂർ കഴിഞ്ഞിട്ട് നമ്മുടെ കോയമ്പത്തൂർ, ഈറോഡ്, സേലം ആ ഒരു ഹൈവേ ഉണ്ട്. ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ നേതാജി അപ്പാരൽ പാർക്ക്. കൂടുതൽ പറയുന്നത് ഇത് അവിനാശിയിലാണ് ഈ നേതാജി അപ്പാരൽ പാർക്ക്. ഈ അവിനാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു പരിചയം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇതിനു മുമ്പ് നമ്മുടെ ഒരു KSRTC ബസ് ഇടിച്ചു കയറിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. 19 പേരോളം മരിച്ച ഒരു ഇതുണ്ടായിരുന്നു. അതിനടുത്ത് തന്നെയാണ് നമ്മുടെ ഈ നേതാജി അപ്പാരൽ പാർക്ക് എന്ന് പറയുന്നത്. ബൈ റോഡ് വരുന്ന ഒരു കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ അതല്ല, നമ്മൾ ട്രെയിനിനകത്തൊക്കെ തിരുപ്പൂർ വന്ന് ഇറങ്ങിയിട്ടാണ് ഇതിന് വരുന്നതെങ്കിൽ തിരുപ്പൂർ വന്നിട്ട് നമ്മൾ അവിടുന്ന് അവിനാശിക്ക് ബസ് കയറാം. തിരുപ്പൂരിൽ നിന്നും 12 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു ഈ നേതാജി അപ്പാരൽ പാർക്കിലേക്ക് വരാനായിട്ട്. എപ്പോഴും ബസ്സസ് അവൈലബിൾ ആണ്, അതുകൊണ്ട് നിങ്ങൾ അതും പേടിക്കേണ്ട. പിന്നെ ഒരു കാര്യം, നമ്മൾ തിരുപ്പൂർ വരുന്നവർ വന്നിട്ട് നേതാജി അപ്പാരൽ പാർക്കെന്ന് ഒരിക്കലും നമ്മൾ ബസ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. എന്നല്ലാതെ സാധാരണക്കാരോട് അവരോട് നാപ്പെന്ന് തന്നെ പറയണം. നേതാജി അപ്പാരൽ പാർക്കിൻ്റെ NAP നാപ്പെന്നാണ് ഇവിടെ ഉള്ളവർക്ക്. നാപ്പെന്ന് പറഞ്ഞാലേ മനസ്സിലാവും. അവരോട് നേതാജി അപ്പാരൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് മനസ്സിലാവില്ല. നാപ്പെന്ന് പറഞ്ഞാൽ അവർക്ക് ശരിക്കും മനസ്സിലാകും, അവരവിടെ കൊണ്ടെത്തിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണുന്ന ആർക്കെങ്കിലും ഇതൊരു പ്രയോജനപ്രദമാണെങ്കിൽ എല്ലാവർക്കും ഓൾ ദ സക്സസ് ഞാൻ നേരുകയാണ്. എൻ്റെ ഈ ഒരു ചെറിയ ഇതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു പ്രയോജനമായിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ സന്തോഷമായിരിക്കും എനിക്ക്. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ജോലിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് ഇടണം കേട്ടോ. നിങ്ങൾ കമൻറ്റായിട്ട് പറയണം, ചേച്ചി ഞാൻ വന്നിരുന്നു, എനിക്ക് ഇതുപോലെ ജോലി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ സന്തോഷമാവും എനിക്ക്. ഞാനിവിടുത്തെ ഒരു തിരുപ്പൂരുകാരിയാണ്, സ്ഥിരതാമസം ഇവിടെ ആക്കിയതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ നേതാജി അപ്പാരൽ പാർക്കിലേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ആർക്കും ഏത് സമയത്തും നിങ്ങൾ വരുന്നവർ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ജോലി എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇതാണ് നമ്മുടെ പാലക്കാട് കോയമ്പത്തൂർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ബൈപ്പാസ് ഹൈവേ ആണിത്. ഇത് നമ്മൾ ബാംഗ്ലൂർ, ചെന്നൈ എല്ലാം പോകുന്ന ഈ ഹൈവേ ആണ്. റോഡ് നല്ല അടിപൊളി റോഡാണ്. ഇതിൻ്റെ തന്നെ സൈഡിലാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷനായ നാപ്പ് എന്ന് പറയുന്നത്. എനിക്കിവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, 2 കിലോമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് ചെല്ലുന്നതാണ്. പിന്നെ ഞാൻ ഈ നാപ്പിനെ പറ്റി പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആരുടെ ഒരു തേർഡ് പേഴ്സൻ്റെ ഇതിൽ പൈസ വാങ്ങി ഞാൻ ജോലി വാങ്ങിത്തരാം അങ്ങനെയൊന്നും നിങ്ങൾ പോവരുത് കേട്ടോ. നമ്മൾ നാപ്പ് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ അത്യാവശ്യം സെക്യൂരിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കവിടെ ബയോഡേറ്റ ഒന്നും കാണിക്കേണ്ട. അല്ലാത്തവർ നമ്മുടെ കയ്യിലുള്ള ആധാർ മാത്രം കാണിച്ചാൽ മതി. ഇതാണ് നമ്മുടെ നാപ്പിന് ഉൾവശം. വളരെ മനോഹരമാണ് നമ്മുടെ നാപ്പ് കാണാൻ. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും എല്ലാ റോഡുകൾ കിട്ടും. ഇതെല്ലാം ഓരോ കമ്പനിയല്ല, ഇത് ഒരു കമ്പനി കഴിഞ്ഞിട്ട് അടുത്ത ഗേറ്റ് അടുത്ത കമ്പനി, അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു കമ്പനി മൊത്തം മതിൽക്കെട്ടാണെന്നല്ലോ, ഇനി കമ്പനി ഇല്ലേന്നല്ല. ഒരു കമ്പനി തീരുമ്പോൾ ഇതുപോലെ അടുത്ത ഗേറ്റിൽ അടുത്ത കമ്പനി, ഇങ്ങനെയാണ് ഇവിടെ കമ്പനികൾ ഉള്ളത്. അല്ലാതെ നമ്മൾ ഒരു മതിൽ കണ്ടിട്ട് അയ്യോ തീർന്നു പോയല്ലോ ഇനി ഞാൻ എങ്ങോട്ട് പോകും അങ്ങനെ ചിന്തിക്കേണ്ട. ഒരു കമ്പനിയുടെ ആ കമ്പനി എത്രത്തോളം വലുപ്പമുണ്ടോ അത്രത്തോളം അവരുടെ മതിൽക്കെട്ട്, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കമ്പനി, അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊരു 100-150 ഏക്കറോളം ഉള്ള സ്ഥലമാണ്. നമ്മൾ നടന്നൊക്കെ പോയി വീഡിയോ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സൺഡേയുമാണ് ഹസ്ബൻഡിനെയും കൂടെ കൂട്ടിയത്. അതുകൊണ്ട് അത്യാവശ്യം നമ്മുടെ നാപ്പിന് ഉൾവശം എല്ലാം ഒന്ന് കവർ ചെയ്യാൻ പറ്റി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഒരു ഏകദേശം മനസ്സിലാവുന്നത് ഇത് തന്നെ റൈറ്റിലും ലെഫ്റ്റിലും ഓരോ കമ്പനികളാണ്. ഇത് റൈറ്റിലും ഒരു കമ്പനിയാണ്, അതുപോലെ തന്നെ ലെഫ്റ്റിൽ അടുത്ത കമ്പനിയാണ്. ഇതിൻ്റെ ഇത് കഴിയുമ്പോൾ അടുത്ത കമ്പനിയാണിത്, ഈ ഒരു കമ്പനി. അത് കഴിഞ്ഞിട്ട് മറ്റേ കമ്പനിയുടെ തീരുന്നത് ഈ കമ്പനിയാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഇവിടെ കമ്പനികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിത് അവിടെ നിന്ന് നമുക്ക് റൈറ്റിലോട്ടും വഴിയുണ്ട്, ലെഫ്റ്റിലോട്ടും വഴിയുണ്ട്. റൈറ്റിലോട്ട് പോയാലും നിങ്ങൾക്ക് അടുത്ത കമ്പനികളാണ്, അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റിലേക്ക് പോയാലും അടുത്ത കമ്പനികളാണ്.
ഇതുപോലെ തന്നെ. പിന്നെ ഓരോ കമ്പനികൾ ഇങ്ങനെയാണ് ഈ നാപ്പിലെ കമ്പനികളുടെ സെറ്റപ്പ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരു കമ്പനി കണ്ട് അയ്യോ തീർന്നല്ലോ എന്ന് വിചാരിച്ച് പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്കിത് ഇതിനകത്ത് എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇവിടെ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ നമുക്കിവിടെ വന്ന് ഇതുപോലെ ഷൂട്ട് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടാണ്. ഇത് അടുത്ത കമ്പനി. അങ്ങനെ നമ്മൾ സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ കമ്പനിയും കാണുന്നുണ്ടല്ലോ. ഇത് തന്നെ ഈ ഓരോ ഗേറ്റുകളാണ് ഓരോ കമ്പനി. ഇതിൽ റൈറ്റൊന്നോ ലെഫ്റ്റൊന്നോ ഇല്ല. ഏത് റൂട്ടിൽ പോയാലും നമുക്ക് കമ്പനികളാണ്. ഓരോ കമ്പനികൾ തന്നെയാണ് ഇവിടെ. ഇത് നമ്മൾ സൺഡേ ഒന്നും അല്ലെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ഇതുപോലെ ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വളരെ അതുപോലെ തന്നെ നല്ല എക്കോ ഫ്രണ്ട്ലി ആണ്. ഇതിന് ഉൾവശം കാണാനും വളരെ മനോഹരമാണ്. നമ്മുടെ നാപ്പിന് ഉൾവശം കാണാൻ ഓരോ കമ്പനിയുടെ വലുപ്പത്തിനനുസരിച്ചിരിക്കും അടുത്ത കമ്പനി തുടങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് കമ്പനി കോട്ടൺ ബ്ലോസം കമ്പനിയാണ്. ഈ കമ്പനി ഇവർ വന്നിട്ട് ഇവരുടെ തന്നെ പ്രൊഡക്റ്റ് വെളിയിൽ സെയിലിന് വെക്കുന്നുണ്ട്, കമ്പനിക്ക് വെളിയിൽ. അങ്ങനെയൊക്കെയാണ്. ഇതാണ് നമ്മുടെ നാപ്പിനുള്ളിലെ കമ്പനികൾ. നമ്മളൊരു ജോലിക്ക് വരുന്നവർക്ക് ഇത് കണ്ടിട്ട് ഒരു കമ്പനിയേ ഉള്ളൂ എന്ന് ഉള്ള വിചാരം വേണ്ട. ഇങ്ങനെ ഓരോ കമ്പനികൾ ഈ ഗേറ്റുകൾ നിങ്ങൾ അടയാളം വെച്ചാൽ മതി. അതിനെല്ലാം ഓരോ നമ്പറുകൾ കാണും. ഈ നമ്പറുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കമ്പനികളും. നമ്മൾ ജോലിക്ക് ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബയോഡേറ്റ ആയിട്ട് സ്ട്രെയിറ്റ് നമ്മളിതിനുള്ളിൽ ചെന്ന് നമ്മുടെ ജോലിക്കായിട്ട് അപേക്ഷിച്ചാൽ മതി. അല്ലാതെ ഒരു തേർഡ് പേഴ്സണെ കാണേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെ നമുക്കിവിടെ ജോലി കിട്ടുകയില്ല. നമ്മൾ നേരിട്ട് ഉള്ളിൽ പോയി ഓഫീസിൽ പോയി നമ്മുടെ കാര്യങ്ങളും ബയോഡേറ്റയും കാണിച്ചാൽ മതിയാവും. ഇതെല്ലാം ഓരോ കമ്പനികളാണ്. ഇങ്ങനെയാണ് നമ്മുടെ നേതാജി അപ്പാരൽ പാർക്കിൽ കമ്പനികളുടെ ഇത് ഉള്ളത്. ഇപ്പം മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മനോഹരവുമാണ് കേട്ടോ. വളരെ മനോഹരമാണ്. നമുക്കിതിലെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ നേതാജി അപ്പാരൽ പാർക്കിനകമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവരുടെ തന്നെയാണ് സോളാർ പാനൽസ്. ഇതിൽ നിന്നാണ് ഈ നേതാജി അപ്പാരൽ പാർക്ക് മൊത്തമുള്ള കറണ്ട് അവർ ഇത് ചെയ്യുന്നത് ഇവിടുത്തെ സോളാർ പാനലിൽ കൂടെ തന്നെയാണ്. അതിന് നമുക്ക് അവിടെ പോലും വേക്കൻസീസ് ഉണ്ടാവും. ഒരുപാട് പേരുടെ ജോലി ഇവിടെ ഇവർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഇപ്പോൾ നേതാജി അപ്പാരൽ പാർക്കിനെ പറ്റിയിട്ട് ഒരുവിധം ഇത് നമുക്കൊരു ഐഡിയ കിട്ടിക്കാണെങ്കിൽ ഞാൻ ഈ പല കോർണറിലും കയറിയിട്ടുണ്ട്. കുറേശ്ശായിട്ട് ഞാൻ എടുത്ത് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇത് ചെയ്തിരിക്കും. നമുക്ക് ഈ 150 ഏക്കറിലും നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഈ കമ്പനികളുടെ തന്നെ വണ്ടികളാണ് ഈ കിടക്കുന്നത്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് അധികം തിരക്കുകളൊന്നും ഇല്ലാത്തത്. അതുകൊണ്ടാണ് എൻ്റെ കൂടെ ഹസ്ബൻഡ് വരാമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പുള്ളിയും കൂടെ കൂട്ടിയത്. ഇത് പുള്ളിയുടെ കമ്പനിയാണ്. അതുകൊണ്ട് പുള്ളി ഇതിനകത്ത് പോയ സമയത്താണ് ഞാൻ ഇത്രയും ഒന്ന് എടുത്തത് കമ്പനിക്ക് ഉൾവശം. അതുകൊണ്ടാണ്. ഇനി വീണ്ടും നമുക്ക് നമ്മുടെ യാത്ര തുടരാം. അങ്ങനെ ഇപ്പോൾ ഒരുവിധം എല്ലാ കമ്പനികളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. ഇനി നമുക്കിതിൽ നിന്ന് നമുക്ക് വെളിയിലേക്ക് പോകുന്ന റൂട്ടാണിത്. ആ റൂട്ടിലും നമുക്കെല്ലാം നിറയെ കമ്പനികളാണ് കണ്ടോ. അല്ലാതെ ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചും ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു കമ്പനി കണ്ടിട്ട് അയ്യോ അടുത്ത കമ്പനി കാണുന്നില്ലല്ലോ, മതിൽക്കെട്ടാണല്ലോ, അങ്ങനെ ചിന്തിക്കേണ്ട. ഇതാണ് ഈ ഓരോ ഗേറ്റിനും ഓരോ നമ്പറുണ്ട്. ഈ ഓരോ നമ്പറുകളാണ് ഓരോ കമ്പനികളും. അത്രയും മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതിയാവും. അതുപോലെ തേർഡ് പേഴ്സൺ ഇല്ലാതെ തന്നെ നമ്മുടെ ബയോഡേറ്റ ആയിട്ട് ഇവിടെ വന്നാൽ മതിയാവും. നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ജോലി കിട്ടാതിരിക്കില്ല. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ നേതാജി അപ്പാരൽ പാർക്കിലെ അടുത്ത കമ്പനിയാണിത്. നമ്മളിങ്ങനെ ഓരോ ഇതും കണ്ടിട്ട് നമ്മൾ തിരിച്ച് വെളിയിലേക്ക് തന്നെ ഇറങ്ങുകയാണ്. വെളിയിലും ഇതുപോലെ തന്നെ സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ ഉണ്ട്. അവിടെയും നമ്മൾ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ ആധാർ മാത്രം മതിയാവും നമുക്ക് അവർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് അങ്ങനെ നമ്മുടെ നേതാജി അപ്പാരൽ പാർക്ക്. വളരെ മനോഹരമായ നമ്മുടെ നേതാജി അപ്പാരൽ പാർക്ക് നമ്മൾ ഒന്ന് വിസിറ്റ് ചെയ്തു. എല്ലാവർക്കും ഒരുവിധം ഇതിനുള്ളിൽ എന്താണെന്നും എങ്ങനെയാണെന്നും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മൾ ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക, ഇത് നമ്മുടെ ഹൈവേയുടെ സൈഡിൽ തന്നെയാണിത്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നമുക്ക് വെളിയിലിറങ്ങി നമുക്കൊരു ലുക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നമ്മൾ ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ നേതാജി അപ്പാരൽ പാർക്കിനെ പറ്റിയിട്ട്. നമ്മൾ ഇവിടെ ഈ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് നേതാജി അപ്പാരൽ പാർക്ക്. നമ്മളിത് ഈ കാണുന്ന ഇത് നമ്മുടെ ഹൈവേ ആണ്. ഈ വണ്ടി പോകുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ഹൈവേയുടെ താഴെയാണ് ഈ നേതാജി അപ്പാരൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം നമ്മുടെ ഇതിനെ പറ്റിയിട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം ജോലിക്കൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഇവിടെ വരാം. നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങളുടെ ബയോഡേറ്റയ്ക്ക് അനുസരിച്ചുള്ള ജോലികളൊക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി നമ്മൾ തിരിച്ച് ഇതേ റൂട്ടിൽ തന്നെ പോവുകയാണ്. ഇനി ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ഒരു തിരുപ്പൂർ വിശേഷമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാൻ നമ്മുടെ കമ്പനികളിൽ ഏതൊക്കെ യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ കമ്പനികളിലുള്ളിൽ നടക്കുന്നത്, അതൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്കൊക്കെ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് എനിക്ക്. ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. Thank you for watching my channel.